ഓം ശാന്തി 2/11/25 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 31/10/2007 മധുബൻ. തൻ്റെ ശ്രേഷ്ഠ സ്വമാനത്തിൻ്റെ ലഹരിയിൽ ഇരുന്ന് അസംഭവ്യത്തെ സംഭവ്യമാക്കുന്ന നിശ്ചിന്ത ചക്രവർത്തിയാകൂ. ഇന്ന് ബാബ്ദാദ തൻ്റെ 4 ഭാഗത്തുമുള്ള ശ്രേഷ്ഠ സ്വമാനധാരിയായ വിശേഷ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ കുട്ടിയുടെയും സ്വമാനം ഇത്രയും വിശിഷ്ടമാണ്. അത് വിശ്വത്തിൽ ഒരു ആത്മാവിനും ഉണ്ടായിരിക്കുന്നില്ല. നിങ്ങളെല്ലാവരും വിശ്വത്തിലെ ആത്മാക്കളുടെ പൂർവികരുമാണ്, പൂജ്യരുമാണ്. മുഴുവൻ സൃഷ്ടിയുടെ വൃക്ഷത്തിൻ്റെ വേരിൽ ആധാരമൂർത്തികളായ നിങ്ങളാണ്. മുഴുവൻ വിശ്വത്തിലെയും പൂർവികരും ആദ്യത്തെ രചനയുമാണ്. ബാബ്ദാദ ഓരോ കുട്ടിയുടെയും വിശേഷത കണ്ട് സന്തോഷിക്കുന്നു. ചെറിയ കുട്ടിയായാലും വൃദ്ധരായ മാതാക്കളായാലും പ്രവൃത്തിയിലുള്ളവരായാലും ഓരോരുത്തരുടെയും വ്യത്യസ്ത വിശേഷതകളാണ്. ഇക്കാലത്ത് എത്ര തന്നെ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ ഉണ്ടായിരുന്നാലും ലോകത്തിൻ്റെ കണക്കിൽ വിശിഷ്ടമാണ്. അവർ പ്രകൃതി ജീത്തായി ചന്ദ്രൻ വരെയും എത്തിച്ചേർന്നു. എന്നാൽ ഇത്രയും ചെറിയൊരു ജ്യോതി സ്വരൂപമായ ആത്മാവിനെ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. ഇവിടെ ചെറിയൊരു കുട്ടിക്ക് പോലും ഞാൻ ആത്മാവാണ്, ജ്യോതിർബിന്ദുവാണ് എന്നതറിയാം. ലഹരിയോടെ ഞാൻ ആത്മാവാണ് എന്ന് പറയുന്നു. എത്ര തന്നെ വലിയ മഹാത്മാക്കൾ ആയിരുന്നാലും ബ്രാഹ്മണ മാതാക്കൾ ആയിരുന്നാലും മാതാക്കൾ ലഹരിയോടെ പറയുന്നു, നമ്മൾ പരമാത്മാവിനെ നേടിക്കഴിഞ്ഞുവല്ലോ. മഹാത്മാക്കൾ എന്താണ് പറയുന്നത്? പരമാത്മാവിനെ നേടുന്നത് വളരെ പ്രയാസമാണ്. പ്രവൃത്തിയിലുള്ളവർ ചലഞ്ച് ചെയ്യുന്നു. നമ്മൾ ഏവരും പ്രവൃത്തിയിൽ ഇരിക്കുമ്പോൾ ഒരുമിച്ച് കഴിഞ്ഞുകൊണ്ടും പവിത്രമായിരിക്കുന്നു. കാരണം നമുക്കിടയിൽ ബാബയുണ്ട്. അതിനാൽ രണ്ടുപേരും ഒരുമിച്ച് കഴിയുമ്പോഴും സഹജമായി പവിത്രമായിരിക്കുവാൻ സാധിക്കുന്നു. കാരണം പവിത്രത നമ്മുടെ സ്വധർമ്മമാണ്. പരധർമ്മം പ്രയാസമായിരിക്കും, സ്വധർമ്മം സഹജമാണ്. ലോകർ എന്താണ് പറയുന്നത്? തീയും പഞ്ഞിയും ഒരുമിച്ചിരിക്കുക സാധ്യമല്ല, വളരെ പ്രയാസമാണ് എന്ന്. താങ്കളെല്ലാവരും എന്താണ് പറയുന്നത്? വളരെ സഹജമാണ്. നിങ്ങളേവരുടെയും തുടക്കത്തിലുള്ള ഒരു ഗീതം ഉണ്ടായിരുന്നു. എത്ര തന്നെ ധനികരോ യജമാന്മാരോ ആയിരുന്നാലും ഒരു അൽഫിനെ അറിയുന്നില്ല. ചെറിയൊരു ബിന്ദുവായ ആത്മാവിനെ അറിയുന്നില്ല. എന്നാൽ നിങ്ങളെല്ലാ കുട്ടികളും അറിഞ്ഞു, നേടി. ഇത്രയും നിശ്ചയത്തോടെയും ലഹരിയോടെയും പറയുന്നു, അസംഭവ്യം സംഭവ്യമാണ്. ബാബ്ദാദയും ഓരോ കുട്ടിയെയും വിജയീ രത്നമായി കണ്ട് ഹർഷിതമാകുന്നു. കാരണം ധൈര്യം കുട്ടികളുടേത്, സഹായം ബാബയുടേത്. അതിനാൽ ലോകത്തിനെ സംബന്ധിച്ച് എന്താണോ അസംഭവ്യമായ കാര്യങ്ങൾ, അത് താങ്കളെ സംബന്ധിച്ച് സഹജവും സംഭവ്യവും ആയിക്കഴിഞ്ഞു. ലഹരി ഉണ്ടല്ലോ, നമ്മൾ പരമാത്മാവിൻ്റെ ഡയറക്റ്റ് കുട്ടികളാണ്. ഈ ലഹരി കാരണം, നിശ്ചയം കാരണം, പരമാത്മാവിൻ്റെ കുട്ടികൾ ആയത് കാരണം മായയിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ്. കുട്ടിയാവുക എന്നാൽ സഹജമായി രക്ഷപ്പെടുക എന്നാണ്. അപ്പോൾ കുട്ടികളാണ് എല്ലാ വിഘ്നങ്ങളിൽ നിന്നും സമസ്യകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടവരാണ്. അപ്പോൾ തൻ്റെ ഇത്രയും ശ്രേഷ്ഠ സ്വമാനത്തെ അറിയുന്നുണ്ടല്ലോ. സഹജമായത് എന്തുകൊണ്ടാണ്? കാരണം താങ്കൾ സൈലൻസിൻ്റെ ശക്തിയിലൂടെ പരിവർത്തന ശക്തിയെ കാര്യത്തിൽ ഉപയോഗിക്കുന്നു. നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നു.
മായ എത്ര തന്നെ സമസ്യയുടെ രൂപത്തിൽ വന്നാലും താങ്കൾ പരിവർത്തന ശക്തിയിലൂടെ, സൈലൻസിൻ്റെ ശക്തിയിലൂടെ സമസ്യയെ പരിഹാര സ്വരൂപമാക്കി മാറ്റുന്നു. കാരണത്തെ നിവാരണ രൂപത്തിൽ പരിവർത്തനപ്പെടുത്തുന്നു. ഇത്രയും ശക്തി ഉണ്ടല്ലോ. കോഴ്സും പഠിപ്പിക്കുന്നുവല്ലോ. നെഗറ്റീവിനെ പോസിറ്റീവാക്കി മാറ്റാനുള്ള വിധി പഠിപ്പിക്കുന്നു. ഈ പരിവർത്തന ശക്തി ബാബയിലൂടെ സമ്പത്തായി ലഭിച്ചിരിക്കുകയാണ്. ഒരു ശക്തി മാത്രമല്ല, സർവശക്തികളും പരമാത്മാവിൻ്റെ സമ്പത്തായി ലഭിച്ചിരിക്കുകയാണ്. അതിനാൽ ബാബ്ദാദ ഓരോ ദിവസവും പറയുന്നു, ഓരോ ദിവസവും മുരളി കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോ ദിവസവും ബാബ്ദാദ ഇത് പറയുന്നു, ബാബയെ ഓർമ്മിക്കൂ, സമ്പത്തിനെ ഓർമ്മിക്കൂ. ബാബയുടെ ഓർമ്മയും സഹജമായി വരുന്നത് എന്തുകൊണ്ടാണ്? സമ്പത്തിൻ്റെ പ്രാപ്തിയെ ഓർമ്മിക്കുമ്പോൾ പ്രാപ്തി കാരണം ബാബയുടെ ഓർമ്മ സഹജമായി വരുന്നു. ഓരോ കുട്ടിക്കും ഈ ആത്മീയ ലഹരിയുണ്ട്. ഹൃദയത്തിൽ ഗീതം പാടുന്നു. നേടേണ്ടിയിരുന്നത് നേടിക്കഴിഞ്ഞു. എല്ലാവരുടെയും ഹൃദയത്തിൽ ഈ ഗീതം സ്വതവേ തന്നെ മുഴങ്ങുന്നുവല്ലോ. ലഹരിയുണ്ടല്ലോ. എത്രത്തോളം ഈ ലഹരിയിലിരിക്കുമോ അപ്പോൾ ലഹരിയുടെ അടയാളമാണ് നിശ്ചിന്തം ആയിരിക്കും. അഥവാ സങ്കല്പത്തിൽ, വാക്കിൽ അല്ലെങ്കിൽ സംബന്ധ സമ്പർക്കത്തിൽ ഏതെങ്കിലും പ്രകാരത്തിലുള്ള ചിന്തയുണ്ടെങ്കിൽ ലഹരി ഇല്ല. ബാബ്ദാദ നിശ്ചിന്ത ചക്രവർത്തി ആക്കി. പറയൂ, നിശ്ചിന്ത ചക്രവർത്തിയാണോ? എങ്കിൽ ആരാണോ നിശ്ചിന്ത ചക്രവർത്തി അവർ കൈ ഉയർത്തു. നിശ്ചിന്തമാണോ? അതോ ഇടയ്ക്കിടയ്ക്ക് ചിന്ത വരുന്നുണ്ടോ? നല്ലതാണ്. ബാബ നിശ്ചിന്തമാണ് എന്നിരിക്കെ കുട്ടികൾക്ക് എന്ത് ചിന്തയാണുള്ളത്? ബാബ്ദാദ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ചിന്തകളും അഥവാ ഏതെങ്കിലും പ്രകാരത്തിലുള്ള ഭാരം ഉണ്ടെങ്കിൽ ബാബ്ദാദയ്ക്ക് നൽകൂ. ബാബ സാഗരമാണല്ലോ. അപ്പോൾ ഭാരം മുഴുവൻ ഉൾക്കൊള്ളപ്പെടും. ഇടയ്ക്ക് ബാബ്ദാദ കുട്ടികളുടെ ഒരു ഗീതം കേട്ട് പുഞ്ചിരിക്കുന്നു. അറിയാമോ ഏത് ഗീതമാണെന്ന്? എന്ത് ചെയ്യട്ടെ, എങ്ങനെ ചെയ്യട്ടെ എന്ന് ഇടയ്ക്കിടയ്ക്ക് പാടുന്നുവല്ലോ. ബാബ്ദാദ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ബാബ്ദാദ എല്ലാ കുട്ടികളോടും ഇത് പറയുന്നു, ഹേ മധുരമായ കുട്ടികളെ, ഓമന സന്താനങ്ങളെ, സാക്ഷി ദൃഷ്ടാവിൻ്റെ സ്ഥിതിയുടെ സീറ്റിൽ സെറ്റാകൂ. സീറ്റിൽ സെറ്റായി കളിയെ വീക്ഷിക്കൂ. വളരെയധികം രസം തോന്നും. ആഹാ, ത്രികാൽദർശി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ. സീറ്റിൽ നിന്നും താഴേക്ക് വരുന്നു. അതിനാലാണ് അപ്സെറ്റ് ആകുന്നത്. സെറ്റായിരിക്കൂ, അപ്പോൾ അപ്സെറ്റ് ആവുകയില്ല. ഏത് 3 കാര്യങ്ങളാണ് കുട്ടികളെ അലട്ടുന്നത്? 1 ചഞ്ചല മനസ്സ്, 2 അലയുന്ന ബുദ്ധി, 3 പഴയ സംസ്കാരം. ബാബ്ദാദയ്ക്ക് കുട്ടികളുടെ ഒരു കാര്യം കേട്ട് ചിരി വരുന്നു. അറിയാമോ ഏത് കാര്യമാണെന്ന്? പറയുന്നു, ബാബ എന്തു ചെയ്യട്ടെ, എൻ്റെ പഴയ സംസ്കാരം ആണല്ലോ. ബാബ്ദാദ പുഞ്ചിരിക്കുന്നു. പറയുന്നത് തന്നെ എൻ്റെ സംസ്കാരം എന്നാണ് എന്നിരിക്കെ എൻ്റേതാക്കി മാറ്റിയോ? എൻ്റേതിൻ്റെ മേൽ അധികാരം തീർച്ചയായും ഉണ്ടായിരിക്കും. പഴയ സംസ്കാരത്തെ എൻ്റേതാക്കി മാറ്റിയെങ്കിൽ എൻ്റേത് ഇടം പിടിക്കുമല്ലോ. എൻ്റെ സംസ്കാരം എന്ന് ബ്രാഹ്മണ ആത്മാവിന് പറയാൻ സാധിക്കുമോ? എൻ്റേത് എൻ്റേത് എന്ന് പറഞ്ഞുവെങ്കിൽ എൻ്റേത് അതിൻ്റെ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ബ്രാഹ്മണരായ താങ്കൾക്ക് എൻ്റേത് എന്ന് പറയാൻ സാധിക്കില്ല. ഇത് പാസ്റ്റ് ജീവിതത്തിലെ സംസ്കാരമാണ്. ശൂദ്ര ജീവിതത്തിൻ്റെ സംസ്കാരമാണ്. ബ്രാഹ്മണ ജീവിതത്തിൻ്റേതല്ല. എൻ്റേത് എൻ്റേത് എന്ന് പറഞ്ഞു. അപ്പോൾ അതും എൻ്റെ അധികാരത്തോടെ ഇരിക്കുകയാണ്. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠ സംസ്കാരം അറിയാമല്ലോ. താങ്കൾ
പഴയത് എന്ന് പറയുന്ന ഈ സംസ്കാരവും പഴയതല്ല. താങ്കൾ ശ്രേഷ്ഠ ആത്മാക്കളുടെ പഴയതിലും പഴയ സംസ്കാരം അനാദിയും ആദിയുമായ സംസ്കാരമാണ്. മറ്റേത് ദ്വാപരയിലെ മധ്യത്തിലെ സംസ്കാരമാണ്. അപ്പോൾ മധ്യത്തിലെ സംസ്കാരത്തെ ബാബയുടെ സഹായത്തോടെ സമാപ്തമാക്കണം. ഒരു പ്രയാസവുമില്ല. എന്നാൽ സംഭവിക്കുന്നത് എന്താണ്? ബാബ സദാ താങ്കളുടെ കൂടെ കമ്പൈൻഡാണ്. ആ ഒന്നിനെ കമ്പൈൻഡായി അറിഞ്ഞ് സഹയോഗം എടുക്കുന്നില്ല. കമ്പൈൻഡ് എന്നതിൻ്റെ അർത്ഥം തന്നെ വേണ്ട സമയത്ത് സഹയോഗി എന്നാണ്. എന്നാൽ വേണ്ട സമയത്ത് സഹയോഗം എടുക്കാത്തത് കാരണം മധ്യത്തിലെ സംസ്കാരം മഹാനായി മാറുന്നു. ബാബ്ദാദയ്ക്ക് അറിയാം, എല്ലാ കുട്ടികളും ബാബയുടെ സ്നേഹത്തിന് പാത്രമാണ്, അധികാരിയാണ്. ബാബ അറിയുന്നുണ്ട്, സ്നേഹം കാരണം തന്നെയാണ് എല്ലാവരും എത്തിച്ചേർന്നത്. വിദേശത്ത് നിന്നും വന്നിരിക്കുകയാണെങ്കിലും ദേശത്ത് നിന്നും വന്നിരിക്കുകയാണെങ്കിലും എല്ലാവരും പരമാത്മാ സ്നേഹത്തിൻ്റെ ആകർഷണത്താൽ തൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബാബ്ദാദയും അറിയുന്നുണ്ട്, സ്നേഹത്തിൻ്റെ കാര്യത്തിൽ മെജോറിറ്റി പാസ്സാണ്. വിദേശത്തിൽ നിന്നും സ്നേഹത്തിൻ്റെ പ്ലെയിനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പറയൂ, എല്ലാവരും സ്നേഹത്തിൻ്റെ ചരടിൽ ബന്ധിക്കപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണല്ലോ. ഈ പരമാത്മാ സ്നേഹം ഹൃദയത്തിന് വിശ്രമം നൽകുന്ന ഒന്നാണ്. ശരി, ആരാണോ ആദ്യമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അവർ കൈ ഉയർത്തു, കൈ വീശു. വന്നത് നന്നായി. ഇപ്പോൾ ബാബ്ദാദ ഏതൊരു ഹോംവർക്ക് നൽകിയിരുന്നുവോ? ഓർമ്മയുണ്ടോ? ഹോംവർക്ക് ഓർമ്മയുണ്ടോ? ബാബ്ദാദയുടെ അടുക്കൽ പല ഭാഗത്തു നിന്നും റിസൾട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരുടെയും റിസൾട്ട് വന്നിട്ടില്ല. ചിലരുടേത് ചില പെർസെൻറ്റേജിൽ വന്നിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ബാബ്ദാദ എന്താണ് ആഗ്രഹിക്കുന്നത്? ബാബ്ദാദ ആഗ്രഹിക്കുന്നത് ഇതാണ്: എല്ലാവരും പൂജനീയ ആത്മാക്കളാണ്. അപ്പോൾ പൂജനീയ ആത്മാക്കളുടെ വിശേഷ ലക്ഷണം ആശീർവാദം നൽകുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങളേവരും അറിയുന്നുണ്ടോ? നിങ്ങളെല്ലാവരും പൂജനീയ ആത്മാക്കളാണ് എന്ന്. അപ്പോൾ ഈ ആശീർവാദങ്ങൾ നൽകുക എന്നാൽ ആശീർവാദങ്ങൾ നേടുക എന്നത് അണ്ടർസ്റ്റുഡാണ്. ആര് ആശീർവാദങ്ങൾ നൽകുന്നുവോ, ആർക്കാണോ നൽകുന്നത്, അവരുടെ ഹൃദയത്തിൽ നിന്നും വീണ്ടും വീണ്ടും നൽകുന്നവർക്ക് വേണ്ടിയുള്ള ആശീർവാദങ്ങൾ വരുന്നു. അപ്പോൾ ഹേ പൂജ്യ ആത്മാക്കളെ, താങ്കളുടെ നിജ സംസ്കാരമാണ് ആശീർവാദങ്ങൾ നൽകുക. അനാദി സംസ്കാരമാണ് ആശീർവാദങ്ങൾ നൽകുക. താങ്കളുടെ ജഡചിത്രം പോലും ആശീർവാദങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നിരിക്കെ ചൈതന്യ പൂജ്യ ആത്മാക്കളായ താങ്കളുടെ നാച്ചുറൽ സംസ്കാരമാണ് ആശീർവാദം നൽകുക. ഇതിനെ എൻ്റെ സംസ്കാരം എന്ന് പറയൂ. മധ്യത്തിലെ ദ്വാപരയുടെ സംസ്കാരം നാച്ചുറലും നേച്ചറും ആയിപ്പോയിരിക്കുകയാണ്. വാസ്തവത്തിൽ ആശീർവാദങ്ങൾ നൽകുന്നതിൻ്റെ ഈ സംസ്കാരമാണ് നാച്ചുറൽ നേച്ചർ. എപ്പോഴാണോ ആർക്കെങ്കിലും ആശീർവാദം നൽകുന്നത്, അപ്പോൾ ആ ആത്മാവ് എത്ര സന്തോഷിക്കുന്നു. ആ സന്തോഷത്തിൻ്റെ വായുമണ്ഡലം എത്ര സുഖദായി ആയിരിക്കും. അപ്പോൾ ആരെല്ലാമാണോ ഹോംവർക്ക് ചെയ്തത് ആ എല്ലാവർക്കും, വന്നിരിക്കുന്നവരായാലും വന്നിട്ടില്ലാത്തവർ ആയാലും, ബാബ്ദാദയുടെ മുന്നിലുണ്ട്. അവർക്ക് ബാബ്ദാദ ആശീർവാദങ്ങൾ നൽകുകയാണ്, ഹോംവർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനെ തൻ്റെ നാച്ചുറൽ നേച്ചർ ആക്കിക്കൊണ്ട് ഭാവിയിലും ചെയ്തും ചെയ്യിച്ചുകൊണ്ടും ഇരിക്കണം. കുറച്ചൊക്കെ ചെയ്തവരും ചെയ്തിട്ടില്ലാത്തവരും ആരെല്ലാമാണോ അവരെല്ലാവരും സ്വയം സദാ ഞാൻ പൂജ്യ ആത്മാവാണ്,
ഞാൻ ബാബയുടെ ശ്രീമത്തിലൂടെ നടക്കുന്ന വിശേഷ ആത്മാവാണ്. ഈ സ്മൃതിയെ വീണ്ടും വീണ്ടും തൻ്റെ സ്മൃതിയിലും സ്വരൂപത്തിലും കൊണ്ടുവരണം. കാരണം താങ്കൾ എന്താകാൻ പോകുന്നവരാണ് എന്ന് ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നു, നമ്മൾ ലക്ഷ്മി നാരായണൻ ആകാൻ പോകുന്നവരാണ്. രാമനും സീതയും എന്നതിൽ ആരും കൈ ഉയർത്തുന്നില്ല. ലക്ഷ്യം 16 കല ആകുന്നതിൻ്റേതാണ് എന്നിരിക്കെ 16 കല എന്നാൽ പരമപൂജ്യം പൂജ്യ ആത്മാവിൻ്റെ കർത്തവ്യം തന്നെ ആശീർവാദം നൽകുക എന്നതാണ്. ഈ സംസ്കാരം നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും സഹജവും സദാകാലത്തേക്കും ആക്കൂ. പൂജ്യർ തന്നെയാണ്, 16 കല തന്നെയാണ്. ലക്ഷ്യം ഇതുതന്നെയാണല്ലോ. ബാഗ്ദാദ സന്തുഷ്ടമാണ്. ആരെല്ലാം ചെയ്തുവോ അവർ തൻ്റെ മസ്തകത്തിൽ വിജയത്തിൻ്റെ തിലകം ബാബയിലൂടെ അണിഞ്ഞു. ഒപ്പം സേവനത്തിൻ്റെ സമാചാരവും ബാബ്ദാദയുടെ അടുക്കൽ എല്ലാവരുടെ ഭാഗത്തു നിന്നും, വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും, സെൻറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും വളരെ നല്ല റിസൾട്ട് സഹിതം എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഹോംവർക്ക് ചെയ്തതിൻ്റെ ആശംസകൾ, അതിനോടൊപ്പം സേവനത്തിൻ്റെയും കോടി മടങ്ങ് ആശംസകൾ. ബാപ്ദാദ കണ്ടു ഗ്രാമങ്ങളിൽ സന്ദേശം നൽകുന്നതിൻ്റെ സേവനം വളരെ നല്ല രീതിയിൽ മെജോറിറ്റി ഏരിയയിലും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സേവനവും ദയാഹൃദയരായി ചെയ്തു. അതിനാൽ സേവനത്തിൻ്റെ ഉന്മേഷത്തിലും ഉത്സാഹത്തിലും നല്ല റിസൾട്ട് കാണിച്ചു. ഇത് പ്രയത്നിക്കുകയല്ല ചെയ്തത്, എന്നാൽ ബാബയോടുള്ള സ്നേഹം, അതായത് സന്ദേശം നൽകുന്നതിനോടുള്ള സ്നേഹമുള്ളതിൻ്റെ സ്നേഹത്തിൽ സേവനം ചെയ്തു. സ്നേഹത്തിൻ്റെ റിട്ടേണായി എല്ലാ സേവാധാരികൾക്കും സ്വതവേ തന്നെ ബാബയുടെ കോടി മടങ്ങ് സ്നേഹം പ്രാപ്തമാണ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഒപ്പം എല്ലാവരും തൻ്റെ പ്രിയപ്പെട്ട ദാദിയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിച്ചുകൊണ്ട് ദാദിക്ക് സ്നേഹത്തിനുള്ള റിട്ടേൺ നൽകുകയാണ്. ഈ സ്നേഹത്തിൻ്റെ സുഗന്ധം ബാപ്ദാദയുടെ അടുക്കൽ വളരെ നല്ല രീതിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ മധുബനിൽ ഏതെല്ലാം കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു, വിദേശികളുടേതായാലും ഭാരതത്തിലുള്ളവരുടേതായാലും ആ എല്ലാ കാര്യവും അന്യോന്യമുള്ള സഹയോഗത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ആധാരത്തിൽ വളരെ നല്ല രീതിയിൽ സഫലമായി. ഭാവിയിലും നടക്കാൻ പോകുന്ന കാര്യം സഫലമായി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം സഫലത താങ്കളുടെ കഴുത്തിലെ മാലയാണ്, ബാബയുടെ കഴുത്തിലെയും മാലയാണ്. ബാബ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരിക്കലും തോൽക്കരുത്, കാരണം താങ്കൾ ബാബയുടെ കഴുത്തിലെ മാലയാണ്. അപ്പോൾ കഴുത്തിലെ മാലയ്ക്ക് ഒരിക്കലും തോൽക്കാൻ സാധിക്കില്ല. അപ്പോൾ മാലയാകണം, അതോ തോൽക്കണമോ? വേണ്ടല്ലോ, മാലയാകുന്നതാണല്ലോ നല്ലത്. അപ്പോൾ ഒരിക്കലും തോൽക്കരുത്. തോൽക്കുന്ന അനേകം കോടിക്കണക്കിന് ആത്മാക്കളുണ്ട്. താങ്കൾ മാലയായി കഴുത്തിൽ കോർക്കപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെയാണല്ലോ. അപ്പോൾ സങ്കൽപ്പിക്കൂ, ബാബയുടെ സ്നേഹത്തിൽ മായ എത്ര തന്നെ കൊടുങ്കാറ്റ് മുന്നിൽ കൊണ്ടുവന്നാലും മാസ്റ്റർ സർവശക്തിവാനായ ആത്മാക്കളുടെ മുന്നിൽ കൊടുങ്കാറ്റും ഉപഹാരമായി മാറും. ഇങ്ങനെയുള്ള വരദാനം സദാ ഓർമ്മിക്കൂ. എത്ര തന്നെ ഉയർന്ന പർവ്വതം ആയിക്കൊള്ളട്ടെ, പർവ്വതം പരിവർത്തനപ്പെട്ട് പഞ്ഞിയായി മാറും. ഇപ്പോൾ സമയത്തിൻ്റെ സമീപത അനുസരിച്ച് വരദാനങ്ങളെ ഓരോ സമയത്തും അനുഭവത്തിൽ കൊണ്ടുവരൂ. അനുഭവത്തിൻ്റെ അതോറിറ്റിയാകൂ. എപ്പോൾ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ തൻ്റെ അശരീരി ആകുന്നതിൻ്റെയും ഫരിസ്ത സ്വരൂപം ആകുന്നതിൻ്റെയും എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കൂ. ഈ നിമിഷം ബ്രാഹ്മണൻ, ഇപ്പോൾ തന്നെ ഫരിഷ്ത, ഇപ്പോൾ തന്നെ അശരീരി. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും
കാര്യവ്യവഹാരങ്ങൾ ചെയ്യുമ്പോഴും 1 മിനിറ്റോ 2 മിനിറ്റോ കണ്ടെത്തി അഭ്യാസം ചെയ്യൂ. ചെക്ക് ചെയ്യൂ. ഏത് സങ്കല്പം ചെയ്തുവോ അതേ സ്വരൂപം അനുഭവിച്ചുവോ? ശരി. 4 ഭാഗത്തുമുള്ള സദാ ശ്രേഷ്ഠ സോമാനധാരികൾക്ക്, സദാ സ്വയം പരമപൂജ്യരും പൂർവികരുമായി അനുഭവിക്കുന്നവർക്ക്, സദാ സ്വയം ഓരോ സബ്ജക്റ്റിലും അനുഭവി സ്വരൂപം ആക്കുന്നവർക്ക്, സദാ ബാബയുടെ ഹൃദയ സിംഹാസനസ്ഥരും ബ്രിഗുഡിയിലെ സിംഹാസനസ്ഥരും സദാ ശ്രേഷ്ഠ സ്ഥിതിയുടെ അനുഭവങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവരുമായവർക്ക്, 4 ഭാഗത്തുമുള്ള എല്ലാ കുട്ടികൾക്കും സ്നേഹസ്മരണകൾ. നമസ്തേ. എല്ലാ ഭാഗത്തു നിന്നും എല്ലാവരുടെയും കത്തും ഇമെയിലും സമാചാരവും എല്ലാം ബാപ്ദാദയുടെ അടുക്കൽ എത്തിച്ചേർന്നു. അപ്പോൾ സേവനത്തിൻ്റെ ഫലവും ബലവും എല്ലാ സേവാധാരികൾക്കും പ്രാപ്തമാണ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. സ്നേഹത്തിൻ്റെ കത്തും ധാരാളം വരുന്നു. പരിവർത്തനത്തിൻ്റെ കത്തും ധാരാളം വരുന്നു. പരിവർത്തനത്തിൻ്റെ ശക്തിയുള്ളവർക്ക് ബാപ്ദാദ അമർ ഭവ എന്ന വരദാനം നൽകുകയാണ്. ഏത് സേവാധാരികളാണോ ശ്രീമത്തിനെ പൂർണ്ണമായും ഫോളോ ചെയ്തത്, ഇങ്ങനെ ഫോളോ ചെയ്യുന്ന കുട്ടികളോട് ബാപ്ദാദ പറയുന്നു, സദാ ആജ്ഞാകാരികളായ കുട്ടികളെ, ആഹാ, ബാപ്ദാദ ഈ വരദാനം നൽകുകയാണ്. സ്നേഹമുള്ളവർക്ക്, വളരെ വളരെയധികം സ്നേഹത്തോടെ ഹൃദയത്തിൽ ലയിക്കുന്നവർക്ക്, അതിപ്രിയപ്പെട്ടവരും അതി മായയുടെ വിഘ്നങ്ങളിൽ നിന്നും വേറിട്ടവരുമായവർക്ക് ഇങ്ങനെയുള്ള വരദാനം നൽകുകയാണ്. ശരി. ഇപ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിൽ എന്ത് ഉന്മേഷം വന്നുകൊണ്ടിരിക്കുന്നു? ഒരേ ഒരു ഉന്മേഷം, ബാബയ്ക്ക് സമാനം ആവുക തന്നെ വേണം. ഈ ഉന്മേഷമുണ്ടോ? പാണ്ഡവർ കൈ ഉയർത്തൂ. ആകുക തന്നെ വേണം. നോക്കാം. ആകും 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 എന്ന് പറയരുത്, എന്നാൽ ആവുക തന്നെ വേണം. ഉറപ്പാണോ? ഉറപ്പാണോ? ശരി. ഓരോരുത്തരും തൻ്റെ ഓക്കെ എന്ന കാർഡ് തൻ്റെ ടീച്ചറിൻ്റെ അടുക്കൽ ചാർട്ടിൻ്റെ രൂപത്തിൽ നൽകിക്കൊണ്ടിരിക്കണം. അധികം എഴുതരുത്. ഒരു കാർഡ് എടുക്കൂ. അതിൽ ഓക്കെ എന്നെഴുതൂ, അല്ലെങ്കിൽ ലൈൻ വരയ്ക്കൂ. ഇത്രമാത്രം. ഇത് ചെയ്യാൻ സാധിക്കുമല്ലോ. നീണ്ട കത്ത് വേണ്ട. ശരി. വരദാനം. സംഗമയുഗത്തിൽ പ്രത്യക്ഷ ഫലത്തിലൂടെ ശക്തിശാലി ആകുന്ന സദാ സമർത്ഥ ആത്മാവായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ ഏത് ആത്മാക്കൾ പരിധിയില്ലാത്ത സേവനത്തിന് നിമിത്തമാകുന്നോ അവർക്ക് നിമിത്തമാകുന്നതിൻ്റെ പ്രത്യക്ഷ ഫലമായി ശക്തിയുടെ പ്രാപ്തി ഉണ്ടാകുന്നു. ഈ പ്രത്യക്ഷ ഫലം തന്നെയാണ് ശ്രേഷ്ഠ യുഗത്തിൻ്റെ ഫലം. ഈ ഫലം കഴിക്കുന്ന ശക്തിശാലിയായ ആത്മാവ് എങ്ങനെയുള്ള പരിതസ്ഥിതിയുടെയും മേൽ സഹജമായി തന്നെ വിജയം നേടുന്നു. അവർ സമർത്ഥനായ ബാബയുടെ കൂട്ടുകെട്ട് ഉള്ളത് കാരണം വ്യർത്ഥത്തിൽ നിന്നും സഹജമായി മുക്തമാകുന്നു. വിഷസർപ്പത്തിന് സമാനമായ പരിതസ്ഥിതിയുടെ മേലും അവരുടെ വിജയം ഉണ്ടാകുന്നു. അതിനാൽ ശ്രീകൃഷ്ണൻ സർപ്പത്തിൻ്റെ ശിരസിൽ ഡാൻസ് ചെയ്തതായി സ്മാരകത്തിൽ കാണിക്കുന്നു. സ്ലോഗൻ: പാസ് വിത്ത് ഓണറായി പാസ്റ്റിനെ മറികടക്കൂ. ബാബയുടെ അരികിൽ സദാ ഇരിക്കൂ. അവ്യക്ത സൂചന: അശരീരിയുടെയും വിദേഹി സ്ഥിതിയുടെയും അഭ്യാസം വർദ്ധിപ്പിക്കൂ. ഏതുപോലെ ബാബ്ദാദ അശരീരിയിൽ നിന്നും ശരീരത്തിൽ വരുന്നോ അതേപോലെ തന്നെ കുട്ടികളും അശരീരിയായി ശരീരത്തിൽ വരണം. അവ്യക്തസ്ഥിതിയിൽ സ്ഥിതി ചെയ്ത ശേഷം പിന്നെ വ്യക്തത്തിൽ വരണം. ഏതുപോലെ ഈ ശരീരം ഉപേക്ഷിക്കുന്നതിനും ശരീരം സ്വീകരിക്കുന്നതിൻ്റെയും അനുഭവം എല്ലാവർക്കുമുണ്ട്, അതേപോലെ തന്നെ എപ്പോൾ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ
ശരീരത്തിൻ്റെ ബോധം ഉപേക്ഷിച്ച് അശരീരിയായി മാറൂ. എപ്പോൾ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ ശരീരത്തിൻ്റെ ആധാരം എടുത്ത് കർമ്മം ചെയ്യൂ. ഈ സ്ഥൂലമായ വസ്ത്രം, അതായത് ദേഹം വേറെയാണ്, വസ്ത്രം ധാരണ ചെയ്യുന്ന ഞാൻ ആത്മാവ് വേറെയാണ് എന്ന് തീർത്തും അനുഭവം ഉണ്ടാകണം. ഓം ശാന്തി. you.